രാജ്യത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുന്ന അല്ലെങ്കിൽ പലതായി വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ പാസാക്കി. ലോക്സഭാ ഇലക്ഷനിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയുള്ള മോദിയുടെ തന്ത്രം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതോടുകൂടി ബി ജെ പിക്കെതിരെ മറ്റു പാർട്ടികൾ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കയ്യടി നേടിയത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിന് പിന്നാലെ പിണറായി വിജയൻ ശക്തമായ ഭാഷയിൽ BJP ആക്രമിച്ചു. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇന്നലെ അർദ്ധരാത്രി കേരളത്തിൽ ഉടനീളം പ്രക്ഷോഭം നടന്നു. സംഘപരിവാർ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വന്നു ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ. CPM-ഉം DYFI-യും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. കേരളത്തിലാകെ പ്രക്ഷോഭം തുടരുമെന്ന് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ, അതായത് ബംഗാളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് മമത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. കർണാടകയിലും സിദ്ധരാമയ്യ ഇതുതന്നെ പ്രഖ്യാപിച്ചു. ജനത്തെ വിഭജിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ തത്വശാസ്ത്രത്തെ തകർക്കുന്ന, ഇന്ത്യയുടെ പൗരാണിക മൂല്യത്തെ തകർക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ അംഗീകരിക്കാനാവില്ല എന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത്. എന്തായാലും ഈ മുഖ്യമന്ത്രിമാരെല്ലാം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ ശക്തമായ പ്രസ്താവനയാണ് നടത്തിയത്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോകില്ല. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി നടപ്പാക്കിക്കോ. കേരളത്തിൽ നടപ്പാക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല. കേരളത്തിൽ നടപ്പാക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നിങ്ങളുടെ ഈ വർഗീയ അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിണറായി വിജയൻ്റെ വാക്കുകൾ തരംഗമായി മാറുകയാണ്. സോഷ്യൽ മീഡിയ ആകെ പിണറായി വിജയന് കയ്യടി കൊടുക്കുകയാണ്. കേരളത്തിൽ പ്രക്ഷോഭം തുടരുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം യാതൊരു കാരണവശാലും നടപ്പാക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി മോദിക്ക് കേരളത്തിൽ നിന്ന് ചുട്ട അടിയാണ് ലഭിച്ചിരിക്കുന്നത്. മോദിക്ക് കേരളത്തിൽ നിന്ന് ചുട്ട അടി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വരും നാളുകളിൽ പ്രക്ഷോഭം ശക്തമാകും എന്നതിൽ രണ്ടഭിപ്രായമില്ല.